ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ബിയാസ് കിച്ചൺ. ഇന്ന് ഞാൻ നിങ്ങൾക്കെല്ലാവർക്കും ഒരു ഇഷ്ടപ്പെട്ട ഒരു ഐറ്റവുമായിട്ടാണ് വന്നിരിക്കുന്നത്. ബട്ടർ സ്കോച്ച് പുഡിംഗ് ആണ് ഇന്ന് റെഡിയാക്കുന്നത്. വളരെ ടേസ്റ്റിയും ഉണ്ടാക്കാൻ വളരെ ഈസിയുമായിട്ടുള്ള ഈ പുഡിംഗ് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. ഈ പുഡിംഗ് റെഡിയാക്കാനായിട്ട് ബ്രെഡ് ആവശ്യമാണ്. അതിലേക്കായിട്ട് ഞാൻ 7 ബ്രെഡ് എടുത്തിട്ടുണ്ട്. വൈറ്റ് ബ്രെഡാണ് എടുത്തിരിക്കുന്നത്. ഇത് നമുക്ക് റെഡിയാക്കി എടുക്കണം. അപ്പോൾ നമുക്ക് ആദ്യം ഈ ബ്രെഡിൻ്റെ സൈഡ് കട്ട് ചെയ്തെടുക്കണം. ഇതുപോലെ എടുത്തിരിക്കുന്ന 7 ബ്രെഡും കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ 4 വശവും 7 ബ്രെഡ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നെക്സ്റ്റ് സ്റ്റെപ്പ് എന്താണെന്ന് നോക്കാം. ഞാനിപ്പോൾ ഇവിടെ പുഡിങ്ങിനായിട്ട് എടുത്തിരിക്കുന്നത് നോർമൽ സൈസ് ഒരു ട്രേ ആണ്. അപ്പോൾ ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള രീതിയിലാണ് ഞാൻ ബ്രെഡ് എടുത്തിരിക്കുന്നത്. 2 ലെയറായിട്ടാണ് ബ്രെഡ് വെക്കേണ്ടത്. അപ്പോൾ ഇത് ഈ സൈഡ് നമുക്ക് ഫില്ല് ചെയ്യാനായിട്ട് ഇത് കട്ട് ചെയ്തിട്ട് വേണം വെക്കാനായിട്ട്. അപ്പോൾ 7 ബ്രെഡ് ഞാൻ ഇതുപോലെ ജസ്റ്റ് ഒന്ന് ട്രയല് സെറ്റ് ചെയ്ത് നോക്കിയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഈ ബ്രെഡ് ഒന്ന് പുഡിംഗ് ഒന്ന് സെറ്റായി കഴിഞ്ഞാൽ നമ്മൾ ഈ പീസ് വെച്ചതൊന്നും അറിയുന്നില്ല, നല്ല ടേസ്റ്റ് ആയിരിക്കും. ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഷുഗർ കാരമലൈസ് ചെയ്തെടുക്കണം. അതിനായിട്ട് ഞാൻ 1/4 കപ്പ് ഷുഗർ എടുത്തിട്ടുണ്ട്. അത് ഇതിലോട്ട് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ വെള്ളം ഒഴിച്ചു കൊടുക്കണം. ഈ സമയത്ത് സ്പൂൺ കൊണ്ട് ഇളക്കി കൊടുക്കരുത്. ബ്രൗൺ കളർ ആകുമ്പോഴാണ് നമ്മൾ മിക്സ് ചെയ്ത് കൊടുക്കേണ്ടത്. അപ്പോൾ ഇത് ബ്രൗൺ ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഈ സമയത്ത് നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കാം. മീഡിയം ഫ്ലെയിമിലാണ് ഇത് ചെയ്തെടുക്കുന്നത്. അപ്പോൾ കറക്റ്റ് പാകമായിട്ടുണ്ട്. നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി ഇത് നമുക്ക് പാച്ച്മെൻറ്റ് പേപ്പറിൽ കാഷ്യൂനട്ടിൻ്റെ മുകളിലോട്ട് ഒഴിച്ചു കൊടുക്കാം. പാച്ച്മെൻറ്റ് പേപ്പറിലാകുമ്പോൾ ഇത് ചൂടാറിയതിന് ശേഷം പെട്ടെന്ന് വിട്ട് കിട്ടും. ഇത് ചൂടാറുന്ന സമയം കൊണ്ട് നമുക്ക് ബാക്കിയുള്ള ഐറ്റംസൊക്കെ റെഡിയാക്കി എടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ബട്ടർ സ്കോച്ച് സോസ് റെഡിയാക്കി എടുക്കണം. ഒരു പാൻ വെച്ച് ചൂടായതിന് ശേഷം അതിലേക്ക് നമുക്ക് 1/2 കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഇനി അതിലോട്ട് 4 ടേബിൾ സ്പൂൺ വെള്ളം ചേർത്ത് കൊടുക്കണം. ഏകദേശം കാരമലൈസായി വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് ഇത് ഇളക്കി കൊടുക്കാം. ഇതുപോലെ ബ്രൗൺ ആവുന്ന സമയത്താണ് ഇത് ഇളക്കി കൊടുക്കേണ്ടത്. ഇതിലോട്ട് 50 ഗ്രാം ബട്ടർ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ബട്ടർ മെൽറ്റായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് 1/4 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കണം. 1 ടീസ്പൂൺ വാനില എസൻസും ചേർത്ത് കൊടുക്കണം. ഇത് നല്ലപോലെ മിക്സ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് 1/2 കപ്പ് വിപ്പിംഗ് ക്രീം ചേർത്ത് കൊടുക്കാം. വിപ്പിംഗ് ക്രീം ചേർത്ത് കൊടുക്കുമ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം മാത്രമേ ചേർത്ത് കൊടുക്കാവൂ, അല്ലെങ്കിൽ കരിഞ്ഞു പോകും. അങ്ങനെ നമ്മുടെ ബട്ടർ സ്കോച്ച് സോസ് ഇവിടെ റെഡിയായി കഴിഞ്ഞു. ഇത് നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റാം. അപ്പോൾ നമ്മുടെ ബട്ടർ സ്കോച്ച് സോസ് റെഡിയായി കഴിഞ്ഞു. അത് തണുക്കാനായിട്ട് ഒരു പാത്രത്തിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട്. ആ സമയം കൊണ്ട് നമുക്ക് ക്രീം ഒന്ന് റെഡിയാക്കി എടുക്കണം. അതിനായിട്ട് 1 കപ്പ് ക്രീമാണ്, വിപ്പിംഗ് ക്രീമാണ് എടുത്തിരിക്കുന്നത്. ഈ ക്രീം നമുക്ക് നല്ലപോലെ ബീറ്റ് ചെയ്തെടുക്കാം. ഇപ്പോൾ പകുതി ബീറ്റ് ആയിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് ഇതിലേക്ക് 1/4 കപ്പ് പൗഡർ ഷുഗർ ചേർത്ത് കൊടുക്കണം. ഇനി നല്ലപോലെ ബീറ്റ് ചെയ്തെടുക്കാം. നല്ലപോലെ ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. സ്റ്റിഫാക്കി എടുക്കേണ്ട ആവശ്യമില്ല. ഈ പാകത്തിനായിട്ട് എടുത്താൽ മതി. നമുക്ക് ബാക്കിയുള്ള ഐറ്റംസ് കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ക്രീമിലോട്ട് ബട്ടർ സ്കോച്ചിൻ്റെ ഒരു ഫ്ലേവർ കിട്ടാനായിട്ട് നമുക്ക് നേരത്തെ റെഡിയാക്കി വെച്ചിരുന്ന ബട്ടർ സ്കോച്ച് സോസ് അല്പം ഒഴിച്ചു കൊടുക്കാം. ഇതിലേക്ക് ഞാൻ 4 ടേബിൾ സ്പൂൺ ബട്ടർ സ്കോച്ച് സോസാണ് ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പോൾ നല്ല ഫ്ലേവർ കിട്ടും. ഇത് നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ബട്ടർ സ്കോച്ചിന് ആവശ്യമായിട്ടുള്ള ക്രീം ഇവിടെ റെഡിയാക്കി കഴിഞ്ഞു. ഇനി നെക്സ്റ്റ് സ്റ്റെപ്പ് എന്താണെന്ന് നോക്കാം.
ഇത് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചതാണ്. ഇതിപ്പോൾ ആ പേപ്പറിൽ നിന്ന് കറക്റ്റ് വിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇനി ഇത് നമുക്ക് ഒന്ന് പൊടിച്ചെടുക്കണം. ഇനി ഇത് പൊടിച്ചെടുക്കുമ്പോൾ മിക്സിയിലിട്ട് പൊടിച്ചെടുക്കരുത്. ഞാൻ ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്താണ് എടുക്കുന്നത്. ഇത് ഉപയോഗിച്ച് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ നല്ലപോലെ പൊടിഞ്ഞെടുക്കും. ഇതുപോലെയാണ് പൊടിച്ചെടുക്കേണ്ടത്. ഇവിടെ ഞാൻ ബട്ടർ സ്കോച്ച് പുഡിങ്ങിൻ്റെ ഒരു ലെയർ കൊടുക്കാനായിട്ട് 10 റസ്ക്കാണ് എടുത്തിരിക്കുന്നത്. നല്ല ഫ്ലേവറാണത്. ക്രിസ്പി ആയിട്ടുള്ളൊരു ഫ്ലേവർ ചേർക്കുമ്പോൾ നല്ല ടേസ്റ്റാണ്. അതാണ് ഞാൻ റസ്ക് ഉപയോഗിക്കുന്നത്. നമുക്ക് ജസ്റ്റ് ഇതൊന്ന് പൊടിച്ചെടുക്കാം. നമുക്കപ്പോൾ ഇത് പൊടിച്ചെടുക്കണം. ഇതേപോലെ പൊടിച്ചെടുത്താൽ മതി. ഇതുപോലെ തന്നെ ബാക്കിയുള്ളത് നമുക്ക് പൊടിച്ചെടുക്കാം. നമ്മൾ റസ്ക് തിരഞ്ഞെടുക്കുമ്പോൾ മിൽക്ക് റസ്ക് എടുക്കുന്നതാണ് ഏറ്റവും ടേസ്റ്റ്. സാധാ റസ്കിനേക്കാളും ഇതുപോലെയുള്ള റസ്ക്കാണ് നല്ലത്. ഇനി നമുക്ക് പുഡിങ് സെറ്റ് ചെയ്തെടുക്കണം. അതിനായിട്ട് ഞാൻ നേരത്തെ ട്രേയിൽ സെറ്റ് ചെയ്ത് വെച്ചിരുന്ന ബ്രെഡ് എടുക്കുകയാണ്. ഇനി ഇത് നമുക്കിതൊന്ന് സെറ്റ് ചെയ്ത് വെക്കണം. നമുക്ക് ആദ്യം ഓരോ ബ്രെഡും സോസിലൊന്ന് ഡിപ്പ് ചെയ്തെടുത്തിട്ട് ഇതിലേക്ക് സെറ്റ് ചെയ്ത് വയ്ക്കാം. ഫസ്റ്റ് ലെയർ നമുക്ക് റെഡിയാക്കി എടുക്കാം. ഇനി ഇതിന് മുകളിലേക്ക് നേരത്തെ പൊടിച്ചു വെച്ചിരുന്ന റസ്ക് പൊടി അല്പം ചേർത്ത് കൊടുക്കാം. ഇനി അതിൻ്റെ മുകളിലേക്ക് നമുക്ക് നേരത്തെ റെഡിയാക്കി വെച്ചിരുന്ന ക്രീം ലെയറായിട്ട് ചേർത്ത് കൊടുക്കാം. എല്ലാ ഭാഗത്തോട്ടും ക്രീം ആവുന്ന രീതിയിൽ സെറ്റ് ചെയ്ത് കൊടുക്കണം. സ്പാച്ചുല ഉപയോഗിച്ച് ഇതുപോലെ നമുക്ക് കറക്റ്റ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിൻ്റെ മുകളിലേക്ക് നമുക്ക് നേരത്തെ കാരമലൈസ് ചെയ്ത് വെച്ചിരുന്ന കാഷ്യൂനട്ട് ചേർത്ത് കൊടുക്കാം. പിന്നെ ആദ്യത്തെ പോലെ തന്നെ നമുക്ക് ഒരു ലെയറും കൂടെ ബ്രെഡ് വെച്ച് കൊടുക്കാം. ഇനി ഇതിൻ്റെ മുകളിലേക്ക് നേരത്തെ ചെയ്തതുപോലെ തന്നെ നമുക്ക് റസ്ക് പൊടി ഇട്ട് കൊടുക്കാം. റസ്ക് പൊടി ഇട്ടതിന് ശേഷം നമുക്ക് നെക്സ്റ്റ് ലെയർ ക്രീം ചേർത്ത് കൊടുക്കാം. ഫസ്റ്റ് ലെയറിൽ ചെയ്ത മെത്തേഡിൽ തന്നെയാണ് സെക്കൻഡ് ലെയറും നമ്മൾ റെഡിയാക്കിയിരിക്കുന്നത്. ഇനി ഇതിൻ്റെ മുകളിലേക്ക് നമുക്ക് നേരത്തെ റെഡിയാക്കി വെച്ചിരുന്ന കാഷ്യൂനട്ട് കാരമലൈസ് ചെയ്തത് ഇട്ട് കൊടുക്കാം. ഇത് നമുക്കൊരു സ്പാച്ചുല ഉപയോഗിച്ച് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. പുഡിങ് സെറ്റ് ചെയ്തതിന് ശേഷം നമുക്കൊരു ക്ലിംഗ് റാപ്പർ ഉപയോഗിച്ച് റാപ്പ് ചെയ്ത് ഒരു 7-8 മണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ച് സെറ്റ് ചെയ്തെടുക്കാം. ഓവർനൈറ്റ് വെക്കുകയാണെങ്കിൽ നല്ലപോലെ സെറ്റായി കിട്ടും. ഞാനിത് ഓവർനൈറ്റാണ് വെക്കുന്നത്. ഇപ്പോൾ പുഡിങ് സെറ്റായി വന്നിട്ടുണ്ട്. നമുക്കിത് കട്ട് ചെയ്തെടുക്കാം. നമ്മുടെ പുഡിങ് കറക്റ്റ് സെറ്റായി വന്നിട്ടുണ്ട്. നമുക്കിതൊരു സെർവിങ് പ്ലേറ്റിലോട്ട് മാറ്റാം.